ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും എല്ലാം മനസ്സിലായിട്ടോ. ഇനി നമ്മൾ എത്ര പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല, ഇവർക്ക് എല്ലാവർക്കും സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരിക്കലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ദേവിയോട് ചോദിക്കുന്നുണ്ട്, സ്വർണ്ണത്തിൻ്റെ കാര്യം അവർ വല്ലതും അറിഞ്ഞു? അപ്പോൾ അവൾ ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകല നെഞ്ഞത്ത് കവിച്ചിട്ട് ഹാവു ആശ്വാസമായി, അതെങ്കിലും അറിയാതിരുന്നല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് ഗോമതി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? നിങ്ങൾ ഞങ്ങളെല്ലാവരെയും പറ്റിച്ചു, ഇതോടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? എൻ്റെ മകനെയും ഞങ്ങളെയും മൊത്തം നിങ്ങൾ കബളിപ്പിച്ചു. അത് കേൾക്കുമ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ആരെ പറ്റിച്ചെന്നാ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പണക്കാരാണെന്ന്. ഇല്ലല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല ചെയ്തത്. ആ തെറ്റിദ്ധരിക്കൽ ഞങ്ങൾ തിരുത്തിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ പണക്കാരാണെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അത് കേൾക്കുമ്പോൾ ആനന്ദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും ന്യായീകരിക്കുന്ന കാണുമ്പോൾ ആനന്ദിന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ വീണ്ടും ആ ഒരു ഫ്ലവർ വൈസ് എടുത്തിട്ട് അടിക്കാനായിട്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഉദയഭാനു പറയുന്നുണ്ട്, ആ ചെറുക്കൻ ആരെങ്കിലും പിടിച്ചു വെക്കാൻ നോക്ക്. ബാല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതൊക്കെ ഒന്ന് മറന്നൂടെ? അത് കേൾക്കുമ്പോൾ ബാലന് അടിമുടി ദേഷ്യം വരാൻ കേട്ടോ. കാരണം അത്രമാത്രം ഉദയഭാനു ബാലനെ ചതിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പൈസ വരെ എടുത്ത് കളഞ്ഞു, തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ച്. എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ബാലൻ ഒരു തവണ ഈ ഉദയഭാനുവിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് വീട്ടിലൊന്നും പറഞ്ഞില്ല. കാരണം അന്ന് പറഞ്ഞു കഴിഞ്ഞത് വലിയ പ്രശ്നമാണെന്ന് വെച്ചിട്ട്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ മിണ്ടാതിരുന്നു എന്ന്. പിന്നെ മക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങളും വരും. അച്ഛനെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ, അതുപോലെ ആനന്ദ് പറയില്ല എൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ബാലനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എല്ലാം കേട്ട് ഇങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ കോമതിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്, ആനന്ദിനും ദേഷ്യം വരുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ബാലനൊന്നും മിണ്ടുന്നില്ലല്ലോ, ഉദയഭാനുവിനോട് ചൂടാവുന്നില്ലല്ലോ, ഉദയഭാനുവിനോടൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യം അവരുടെ ഉള്ളിലുണ്ട്. ശ്രീകലാണെങ്കിൽ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കേട്ടോ, ഭയങ്കര അഹങ്കാരം. അങ്ങനെ ശ്രീകല പറയുന്നുണ്ട്, ഗോമതി നീ അല്ലേ പറഞ്ഞത് സ്വത്ത് മുതൽ ഒന്നുമില്ലെങ്കിലും ദേവിയെ ഞങ്ങൾക്ക് തന്നാൽ മതി, ദേവീനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്നാൽ ഇപ്പോൾ സ്വത്ത് മുതലൊന്നുമില്ലെന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് പറയുമ്പോൾ ആകാശിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഇടത്തേക്ക് സ്വത്തില്ലാത്തതല്ല ഇവിടെ പ്രശ്നം, നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചില്ലേ, കള്ളങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ മീനു ഇടയിൽ കയറി പറയുന്നുണ്ട്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ സത്യങ്ങൾ പറയായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ലായിരുന്നു, ഞങ്ങൾ എന്തായാലും ദേവി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല, അന്ന് നിങ്ങൾ ഈ സത്യം പറയായിരുന്നെങ്കിൽ ബഹുമാനിച്ചേനെ എന്നൊക്കെ പറയാണ് കേട്ടോ. അത്രയും അവർക്ക് ദേഷ്യമുണ്ട്. എന്നിട്ടും ഇത്രയൊക്കെ നടന്നിട്ട് ഇവർ വീണ്ടും ഇവരുടെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് ഗോമതി പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും നിങ്ങളെ ന്യായീകരിക്കുകയാണ്. ഞങ്ങളോട് എത്ര കള്ളങ്ങൾ നിങ്ങൾ പറഞ്ഞു, അന്നേ നിങ്ങൾക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിങ്ങൾ പറ്റിച്ചു, എൻ്റെ മകനെ നിങ്ങൾ എത്രമാത്രം പറ്റിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രീകല പറയുന്നുണ്ട്, ഓ പറ്റിച്ചു കേട്ടും അടുത്തു, എന്ത് പറ്റിച്ചെന്നാ പറയുന്നത്? ഞങ്ങൾ അതിന് മാത്രം എന്താ ചെയ്തത്? കുറച്ച് കള്ളങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ദേവിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ അവൾ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈകൂപ്പി പറയുന്നുണ്ട്, അമ്മ ഒന്ന് ക്ഷമിക്കാം, എന്നോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരാണ് എന്നോട് എല്ലാം പറഞ്ഞതെന്ന് ഇങ്ങനെ അവൾ പറയുമ്പം ശ്രീകലയ്ക്കും ഉദയഭാനുവിനും അവളോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ദേവി തങ്ങളെ ഒറ്റ കൊടുക്കുകയാണെന്നുള്ളൊരു ദേഷ്യം അവർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, കാരണം ഗോമതി ഭയങ്കര കലിപ്പിലാണ്, അവളെ നോക്കുന്നു പോലുമില്ല, അത്രയും ദേഷ്യം. അവളെ കൊല്ലാനുള്ളൊരു കലിയ കണ്ണിൽ കാണുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ രക്ഷയില്ലാന്ന് കണ്ടതും ബാലൻ്റെ കാൽക്കൽ വീണിട്ട് അച്ഛ മാപ്പെന്ന് പറയാണ്. അച്ഛ എന്നോട് ക്ഷമിക്കച്ച, ഞങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, ഞങ്ങൾ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞു, ഞാനതൊന്നും തിരുത്താനോ അല്ലെങ്കിൽ ആനന്ദേട്ടനോടൊന്നും തുറന്ന് പറയാനോ ഞാൻ മുതിർന്നില്ല. ആനന്ദേട്ടൻ കണ്ടുപിടിക്കുന്നവരെ സത്യങ്ങളിലൂടെ ഞങ്ങൾ ജീവിച്ചു. ഇതൊക്കെ എൻ്റെ വലിയ തെറ്റാണ് അച്ഛൻ, ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛനും ഞാനും അമ്മയൊക്കെ വലിയൊരു തെറ്റാണ് നിങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. പക്ഷെ എന്നോട് ക്ഷമിക്കച്ച അച്ഛ പ്ലീസ് എന്ന് പറഞ്ഞവൾ കാൽക്കൽ വീണ് പൊട്ടിക്കറിയാണ് കേട്ടോ. പക്ഷെ ബാലൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടി എഴുന്നേൽക്കാണ്. എന്നിട്ട് ബാലൻ എല്ലാവരും കേൾക്കും നല്ല ഉച്ചത്തിൽ, അതും ഉറച്ച ശബ്ദത്തിൽ പറയാണ് കേട്ടോ, എൻ്റെ മകനെയും എൻ്റെ വീട്ടുകാരെയും എന്നെയും ചതിച്ച ഉദയഭാനുവിൻ്റെ മകൾ ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ ദേവി ഭയങ്കരമായിട്ട് ഞെട്ടാണ്. അവളാകെ സങ്കടപ്പെടുക. കാരണം ഒരിക്കലും അവരിങ്ങനെ പറയുന്ന അവൾ വിചാരിച്ചില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, അച്ഛ എന്തൊക്കെയായി പറയുന്നത്? ഞാനിവിടുന്ന് പോവേ ആനന്ദേട്ട, ഒന്ന് പറ ആനന്ദേട്ട, ഞാനിവിടുന്ന് പോവില്ല, ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എന്നെ ഇവിടുന്ന് ഇറക്കിടല്ല ആനന്ദേട്ട എന്ന് അവൾ കരയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കും പറയാനുള്ളൂ, നിന്നെ ഇനി ഭാര്യയെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല, നിന്നെ എനിക്ക് കാണുന്നത് പോലെ വെറുപ്പാണെന്ന് പറയാണ്. ദേവിയാണെങ്കിൽ വീണ്ടും ആനന്ദിനോട് കൈ കൂപ്പാണ് കേട്ടോ, ആനന്ദേട്ട എന്നെ ഒഴിവാക്കല ആനന്ദേട്ട പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരയാണ്. മീനുവിനും ഇത്രയ്ക്കൊക്കെ നല്ല സങ്കടമുണ്ട്. പക്ഷേ ഇടയിൽ കയറി ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു അവർ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഉദയഭാനുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. ശ്രീകല ഉദയഭാനു വീണ്ടും നന്നായിട്ട് അവരോട് ചൂടാവാണ്. എന്നിട്ട് ഉദയഭാനു പറയുന്നുണ്ട്, എൻ്റെ മകളെ ഇവിടുന്ന് ഇറക്കി വിടുക, അതിന് മാത്രമുള്ള പ്രശ്നം എന്താ ഇവിടെ ഉണ്ടായത്? അവൾ അവൻ്റെ ഭാര്യയാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിമായിരുന്നു അവളെ ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ എൻ്റെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയപ്പിച്ചതാണ്, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ വാഴും, ഇതാണ് അവളുടെ വീട്, അവൾ ഇവിടെ ജീവിക്കും. അതോടെ കേൾക്കുമ്പോൾ ബാലൻ്റെ കൺട്രോൾ പോവാണ് കേട്ടോ. അങ്ങനെ ബാലൻ ഉദയഭാനുവിൻ്റെ കോളർ പിടിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് പറയുന്നുണ്ട്, താൻ എന്നെ കൊലപാതകയാക്കുമോ? ഇത്രയൊക്കെ ഞങ്ങളെ പറ്റിച്ചത് മതിയാകില്ല, ഇനി തൻ്റെ മകളുടെ ആവശ്യം ഇവിടെ ഇല്ല, അവളെ വിളിച്ചുകൊണ്ട് പോയിക്കോ എന്നിങ്ങനെ പറയാണ്. ഉദയഭാനു ഒന്ന് പേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടും തന്നെ വീറും വാശിയൊന്നും വിടുന്നില്ല. അങ്ങനെ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഗോമതി എന്തുമാത്രം വലിയ തെറ്റ് ചെയ്തു? ആരിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഗോമതി ഇവിടെ പറഞ്ഞോ? ഇല്ലല്ലോ, അതൊരു വലിയ തെറ്റല്ലേ? ഞങ്ങൾ 4 കള്ളം പറഞ്ഞു, സമ്മതിച്ചു, പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി ഇവിടെ? അവൾ നല്ല രീതിക്കല്ലേ ഇവിടെ ജീവിക്കുന്നത്? ബാലനെ അവൾ ഗോമതി സ്റ്റോറിൽ വന്ന് സഹായിക്കുന്നില്ലേ? അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ? പിന്നെ 4 കള്ളം പറഞ്ഞു, അത് സത്യം തന്നെയാണ്. പക്ഷെ അതെന്താ, അവൾക്ക് കുറച്ച് പഠിപ്പുണ്ട്, MA
മരിച്ചു, ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്, അത് ക്ഷമിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ എല്ലാവരും എന്തൊക്കെ കള്ളങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ പ്രശ്നമല്ലേ. എൻ്റെ മോള് 4 കള്ളം പറഞ്ഞു, അതും അവൾക്ക് ആനന്ദിന് ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ, അതാണോ അത്ര വലിയ തെറ്റ്? അത് കേൾക്കുമ്പോൾ ഗോമതി പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്. കാരണം ആ ഗോമതിനെ അവർ ഇതിലേക്ക് വലിച്ചഴിച്ചല്ലോ. അപ്പോൾ അവൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, അവൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാലനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വീണ്ടും കൂടുകയാണ്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, ഓക്കെ സമ്മതിച്ചു, നിങ്ങൾ 4 കള്ളം പറഞ്ഞു, പക്ഷേ നിങ്ങൾ എൻ്റെ ഗോമതി സ്റ്റോറിൽ വന്ന് പൈസ മോഷ്ടിച്ചല്ലോ, അതെന്താ പറയാനില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അത് കേൾക്കുമ്പോൾ ഉദയഭാനു ഒന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ. കാരണം അത് വലിയൊരു തെറ്റ് തന്നെയാണല്ലോ. അത് ആ ഒരു കാര്യത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, അന്നിൻ്റെ മുതൽ കട്ടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ശീലമല്ല, എൻ്റെ മക്കളത് പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളത് ചെയ്തു, അത് വലിയൊരു തെറ്റ് തന്നെയാണ്, അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല. എന്തായാലും വാക്ക് തർക്കങ്ങൾ തന്നെ മുറുകെ കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഗോമതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ എന്തായാലും ഇവിടെ വേണ്ട, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അവൾ ഇനി വേണ്ട. അതുകൊണ്ട് ഗോമതി പെട്ടെന്ന് തന്നെ ദേവിയുടെ കൈ പിടിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ആക്കാൻ പോകുമ്പോഴേക്കും ശ്രീകല ഇടയിൽ കയറി വന്ന് നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. നീ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻ്റെ മകളെ വിടാൻ നോക്ക്, അവൾ ഇവിടെ തന്നെ ജീവിക്കും, എൻ്റെ മകളെ നിങ്ങൾ എന്താ ഇവിടുന്ന് ഒഴിവാക്കാൻ പോവാണോ? ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നൊക്കെ വീറോടും വാശിയോടും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദയഭാനുവിന് ഒരു കൊട്ട് കൊടുത്ത് ഉദയഭാനു ഒന്ന് അമർന്നു കേട്ടോ. ആ ഒരു പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാനില്ലല്ലോ. അതാണ് പിന്നെ ശ്രീകല നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ഗോമതിക്ക് ഇനിയൊന്നും കേൾക്കും വേണ്ട കാണും വേണ്ട എന്നുള്ളൊരു രീതിക്ക് അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ദേവിയെ പുറത്താക്കിയിട്ട് വാതിലടക്കുകയാണ് കേട്ടോ. ദേവിയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല, സങ്കടം വരുന്നുണ്ട്, എല്ലാം കൂടെ അവളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ആനന്ദായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവൾ ഒരിക്കലും വിചാരിച്ചില്ല. അമ്മയും അച്ഛനൊക്കെ തന്നോട് ക്ഷമിക്കും, കാരണം അത്രയും അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് അവർ ക്ഷമിക്കുമെന്നാണ് അവൾ ഇത്രയും വിചാരിച്ചത്. ആ ഒരു ധൈര്യത്തിലാണ് എന്തെങ്കിലും പിടിക്കപ്പെട്ടാലും തനിക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് താറുമാറായില്ലേ. അങ്ങനെ വാതിലടച്ചപ്പോൾ അവൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മ വാതിൽ തുറക്കമ്മേ, ഞാൻ ഇവിടുന്ന് പോവില്ല, എനിക്ക് ആനന്ദേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ അവൾ ഇങ്ങനെ പുലമിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഭയങ്കരമായിട്ട് മുഖത്തേറ്റൊരു അടി പോലെയാണ് കേട്ടോ ഗോമതി അവളെ പുറത്താക്കിയത്. അങ്ങനെ അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ ശ്രീകല പറയുന്നുണ്ട്, മോളെ എഴുന്നേൽക്ക്, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോയി, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം ശ്രീകലയോട് നന്നായിട്ട് നമ്മുടെ ദേവി ചൂടാവുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ട് വരേണ്ടത്? ഇതാണ് എൻ്റെ വീട്, ഞാൻ ഇവിടെയാണ് താമസിക്കേണ്ടത്. അവൾ വീണ്ടും എന്തൊക്കെയോ പുലമിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഉദയഭാനു സങ്കടത്തോട് കൂടെ അവളോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കല്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്തായാലും അവർ നിന്നെ തിരിച്ച് വിളിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, നീ ഇപ്പോൾ വീട്ടിലേക്ക് വാ, അവരൊരിക്കൽ അങ്ങോട്ട് വന്ന് നിന്നെ വിളിച്ചു കൊണ്ടുപോകും, എനിക്ക് ഉറപ്പാണ് മോളെ. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഇത്രയും പ്രശ്നം വഷളാക്കിയത്, ഞാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനെയൊന്നും വേണ്ടാന്ന്, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ എല്ലാത്തിനും ഇറങ്ങി തിരിച്ചു, ഇപ്പം കണ്ടില്ല എൻ്റെ ജീവിതം താറുമാറായത്. അപ്പോഴേക്കും പുറത്തൊക്കെ നാട്ടുകാരും എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണമംഗലത്ത് നിന്നാണെങ്കിൽ എല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണമംഗലത്ത് നിന്ന് അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ശ്രീകല? അപ്പം കിട്ടിയൊരു പിടിവള്ളിയല്ലേ, പിന്നെയും ഇവരെ തന്നെ കുറ്റപ്പെടുത്താമല്ലോ എന്ന് ഓർത്തിട്ട് ശ്രീകല അങ്ങോട്ട് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഗോമതിയും ബാലനും എൻ്റെ മകളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, ഒരു കാരണവുമില്ലാതെ ആ ചെറുക്കന് പെണ്ണ് കിട്ടാതെ നടക്കുകയായിരുന്നു, ഞങ്ങളാണ് ഞങ്ങളുടെ മകളെ അങ്ങോട്ട് കെട്ടിച്ചയച്ചത്, അതും നല്ല കുടുംബമല്ലേ എന്ന് ഓർത്ത്. പക്ഷെ ഇന്ന് അവർക്ക് ഞങ്ങളെ മക്കളെ വേണ്ട, ആട്ടി ഇറക്കിയിരിക്കുന്നു അവർ. എന്തായാലും നിങ്ങളൊന്ന് സംസാരിക്കണം അവരോട്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, എൻ്റെ മകളൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് കേൾക്കുമ്പോൾ ഇന്ദിരാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ പറയുന്നത്, ആനന്ദ് എൻ്റെ കൊച്ചുമോന, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ അവനൊരിക്കലും അവളെ ഇറക്കി വിടില്ല. അതുപോലെ എൻ്റെ മക്കളാണ് ഗോമതിയും ബാലനും, അവരും നല്ലവർ, അവരൊരിക്കലും ഒരു തെറ്റും ചെയ്യാതെ അവിടുന്ന് ഒരിക്കലും ഇറക്കി വിടില്ല, അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സൂക്ഷിച്ച് സംസാരിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ കൈ കിട്ടിയ ലാസ്റ്റ് പിടിവള്ളി നഷ്ടപ്പെടുന്നത് ഓർത്തപ്പം വീണ്ടും വേറൊരു നുണക്കഥ മെനയാണ് കേട്ടോ ശ്രീകല. അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, ഒന്ന് വിശ്വസിക്കുക, ആ പയ്യന് വേറെ ഇതൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവന് എൻ്റെ മകളെ വേണ്ടാതായത് എന്നും കൂടെ പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് ഗോമതി അകത്ത് നിൽക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവൾ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ശബ്ദത്തിൽ വിളിച്ച് പറയാണ്, അനാവശ്യമായിട്ട് എൻ്റെ മകനെ പറ്റി ഇനിയും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും, നിങ്ങൾ ഇനി ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അത് കേൾക്കുമ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും പേടിയാവുന്നുണ്ട് കേട്ടോ, അവരൊന്ന് പരുങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗോമതി വാതിലടച്ചിട്ട് വീണ്ടും അകത്തേക്ക് പോവാണ്. അപ്പോഴാണ് അച്യുതൻ കിട്ടിയൊരു ചാൻസ് അല്ലേ മുതലാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമാകും, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ മക്കൾ അവരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യാം, പക്ഷേ അവരാണ് ആദ്യം പോലീസിനെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങും, അതുകൊണ്ട് ആദ്യം നിങ്ങൾ വിളിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പോലീസിനെ വിളിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ, കാരണം ആനന്ദിൻ്റെ കയ്യിൽ ഫോണിൽ റെക്കോർഡ് ഉണ്ടല്ലോ പണം മോഷ്ടിക്കുന്നത്, അപ്പോൾ എന്തായാലും പുലിവാലാകും, അതുകൊണ്ട് അവരൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അനന്തം പറയുന്നുണ്ട്, അച്യുത നമ്മളിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, കാരണം സത്യം എന്താണെന്ന് നമുക്കറിയില്ല, അവരെ വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റില്ല, കാരണം അവരങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എല്ലാം നഷ്ടമായ പോലെ ശ്രീകലയും ഉദയഭാനുവും ദേവിയും അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ദേവിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പം ഒരു വഴിയില്ലല്ലോ. അങ്ങനെ അവർ ദേവിനോട് പറയുന്നുണ്ട്, മോളെ ദേവി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും, നീ എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലനെയാണ്. ബാലനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലൊക്കെ, താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായതും തൻ്റെ മകൻ്റെ ജീവിതം ഇത്രയൊക്കെ ആയതൊക്കെ താൻ കാരണമാണല്ലോ എന്നിങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം ദേവിയുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നും അതുപോലെ തന്നെ ഗോമതിയും ബാലനും തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഓൾറെഡി ദേഷ്യത്തിലാണ് ഗോമതി ബാലനോട്, അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വല്ല വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്